നമസ്കാരം. ന്യൂസ് കൗണ്ടറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ന്യൂസ് കൗണ്ടർ ചർച്ച ചെയ്യുന്ന വിഷയം പിണറായി സർക്കാർ ഒരാണ്ട് എന്നതാണ്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി എത്തി ചർച്ചയിൽ പങ്കെടുക്കുന്നത് LDFിൻ്റെ ആലപ്പുഴ ജില്ലാ കൺവീനറും CI2ൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ R നാസർ, BJPയുടെ ചേർത്തല നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ K പണിക്കർ, ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ശ്രീ P തിലോത്തമനും DCCയുടെ മുൻ പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായ ശ്രീ A ഷുക്കൂറും. ആദ്യം ശ്രീ അരുൺ K പണിക്കറിലേക്ക്. LDF സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റിട്ട് ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. LDFിനെ വിജയിപ്പിച്ചാൽ എല്ലാം ശരിയാകുമെന്ന മഹത്തരമായ പ്രതീക്ഷ കേരളീയർക്ക് നൽകി അധികാരത്തിലെത്തിയ സർക്കാർ അതിനനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞു തുടങ്ങി അതിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു എന്നുള്ള സന്ദേശമാണ് ഒന്നാം വാർഷികത്തിൽ കേരളത്തിൽ നൽകുന്നത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ സർക്കാർ തീർത്തും പരാജയമാണെന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ശ്രീ അരുൺ K പണിക്കർ, എന്താണ് BJPയുടെ അഭിപ്രായം? BJPയുടെ എന്നല്ല, BJPയുടേതായാലും കോൺഗ്രസിൻ്റേതായാലും പ്രതിപക്ഷത്തിൻ്റേതായാലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം, ഏറെ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറിയ LDF സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമസ്ത മേഖലകളിലും ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ് BJPയുടെയും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെയും അഭിപ്രായം. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്കുള്ള ഒരു രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് പറയുന്നത് എന്ന് ദയവ് ധരിക്കരുത്. വളരെ സത്യസന്ധമായ രീതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഈ ഭരണത്തെ, ഒരു വർഷത്തെ ഭരണത്തെ വിലയിരുത്തിയാൽ, ഓരോ മേഖലകളെടുത്ത് നോക്കിയാൽ നമുക്ക് ഈ വസ്തുത വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ ചുരുക്കം ചില ഉദാഹരണങ്ങൾ, ഈ ചർച്ചയുടെ തുടക്കം എന്നുള്ള രീതിയിൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറയാം. കാരണം ബാക്കി ഇനിയും ആളുകൾ വന്നു ചേരാനുണ്ട്, ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ആഭ്യന്തരമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ, ഇന്നത്തെ ക്രമസമാധാന നില എന്താണ്? പോലീസ് സംവിധാനം എങ്ങനെ പോകുന്നു? കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും അവർക്കെതിരെയുള്ള മറ്റ് നിയമ നടപടികളും എങ്ങനെ സ്വീകരിക്കുന്നു? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, സ്ത്രീകൾക്കും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ സമൂഹത്തിൽ സുരക്ഷ ലഭിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ വളരെ പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ്. ഈ സമസ്ത മേഖലകളിലും വളരെ പരാജയമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെടുത്താൽ, നവകേരള മിഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ള രീതിയിൽ കുറേയേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വലിയ പരസ്യങ്ങൾ പത്രമാധ്യമങ്ങളിലെല്ലാം, ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിലെല്ലാം ഏതാണ്ട് ഫുൾ പേജിലധികം വരുന്ന വലിയ പരസ്യം ഈ ഒന്നാം വാർഷികത്തിന് കൊടുത്തു. അതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 3-4 പദ്ധതികൾ, അല്ലെങ്കിൽ വളരെ അഭിമാനപൂർവ്വം പറയപ്പെടുന്ന 3-4 പദ്ധതികൾ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ ഇതൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളല്ല, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി, എല്ലാവർക്കും ഭവനം, നല്ല കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വീടില്ലാത്തവർക്കെല്ലാം വീട് എന്ന് പറയുന്നത് നല്ലൊരു പദ്ധതിയാണ്. അതിന് ലൈഫ് എന്നൊരു പേരിട്ടിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, ഭാരതത്തിൽ ഭവനരഹിതരില്ലാത്ത ഭാരതം എന്ന് പറയുന്ന PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ ഭവനരഹിതരില്ലാത്ത ഭാരതം എന്ന് പറയുന്ന പദ്ധതിയാണ് ലൈഫ് എന്ന രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3 ലക്ഷം രൂപയിൽ തുടങ്ങുന്ന, ഞാനൊരു ഉദാഹരണം പറയാം, 3 ലക്ഷം രൂപയിൽ തുടങ്ങുന്ന ഒരു സഹായത്തിൽ കേവലം 50,000 രൂപ മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി, സിംഹഭാഗവും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതിയെ ലൈഫ് എന്ന പേരിലാക്കി കേരളത്തിൻ്റെ പദ്ധതിയായി അവതരിപ്പിച്ച് ഭവനരഹിതരില്ലാത്ത കേരളമെന്ന് വീമ്പിളക്കുന്ന
മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ LDF സർക്കാർ, ആ സർക്കാരിൻ്റെ പദ്ധതിയെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. പേര് വേറെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്നും പ്രധാനമന്ത്രിയുടെ ഫണ്ടാണെന്നും പറയുവാനുള്ള ഒരു സാമാന്യ ധാർമ്മികമായ മര്യാദ പോലും ഈ പദ്ധതിയിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പുറകെ വരാം. ശ്രീ അരുൺ, ശ്രീ ആർ നാസറിലേക്ക്. LDFിൻ്റെ അഭിപ്രായത്തെ തീർത്തും ഖണ്ഡിച്ചുകൊണ്ടാണ് BJP അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് പൊതുജനത്തിൻ്റെ ആകെ അഭിപ്രായം എന്ന നിലയിലാണ് ശ്രീ അരുൺ അവതരിപ്പിക്കുന്നത്. വിശേഷിച്ച് വ്യത്യസ്തമായി അരുൺ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള പദ്ധതികളെ LDF സ്വന്തം പദ്ധതിയായി അവതരിപ്പിക്കുന്നു, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന ആരോപണമാണ്. അതുപോലെ തന്നെ ക്രമസമാധാന മേഖലയിലെ പ്രശ്നങ്ങളും അരുൺ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പൊതുവായി പറയുകയാണുണ്ടായിട്ടുള്ളത്. എന്താണ് LDFിൻ്റെ മറുപടി? LDF ഗവൺമെൻറ് ഒരു വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചൊരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രിക അച്ചടിച്ച് എല്ലാ വീടുകളിലും കൊടുത്തിട്ടുണ്ട്. ആ പ്രകടന പത്രിക എന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത് എല്ലാവരും. ആ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസന കുതിപ്പിലേക്ക് നയിക്കുന്ന വികസന പരിപാടിയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ഗവൺമെൻറ് നടപ്പിലാക്കി തുടങ്ങി. അതിലാദ്യത്തേതാണ് ക്ഷേമ പെൻഷൻ. കേരളത്തിലെ മുഴുവൻ ആൾക്കാർ 60 വയസ്സിന് മേൽ പ്രായമായ മുഴുവൻ പേർക്കും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കുടിശ്ശിക വരുത്തിയ പെൻഷൻ അടക്കം എല്ലാവർക്കും വിതരണം ചെയ്തു. ഓരോ വർഷവും 100 രൂപ വെച്ച് വർദ്ധിക്കുന്നു. 5 വർഷമാകുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 1500 രൂപ പെൻഷൻ അതെല്ലാവർക്കും കൊടുക്കുകയാണ്, കുടിശ്ശീർത്ത് കൊടുക്കുകയാണ്. ഇത് പാവപ്പെട്ട 60 വയസ്സിന് മേൽ മുതിർന്ന പൗരന്മാർക്ക് ഇത്രയധികം അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു കാലഘട്ടം വരെ ഉണ്ട്. ഇന്ന് കേരളത്തിൽ മുതിർന്ന പൗരന്മാരെ എല്ലാവരും സംരക്ഷിക്കുകയാണ്. അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്നു, അവർക്ക് പരിരക്ഷ ലഭിക്കുന്നു. ഏറ്റവും മുതിർന്ന പൗരന്മാർക്ക് പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് തുടക്കം. അതിനുശേഷം ഇങ്ങോട്ട് ഓരോന്നെടുക്കുക. കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ രക്ഷയില്ലായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളല്ലേ ലോൺ തിരിച്ചടയ്ക്കാതെ കടക്കണിയിൽപ്പെട്ടത്. എത്ര ഈ കേരളത്തിൽ തന്നെ ഒരു കയർ ഫാക്ടറി തൊഴിലാളി ആത്മഹത്യ ചെയ്തില്ലേ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഫലമായി. ആ കേരളത്തിൽ 900 കോടി രൂപ 60 ലോൺ എടുത്തതിൻ്റെ 60% തുക ഗവൺമെൻറ് എഴുതി തള്ളുകയാണ്. 40% തുക അവരും കൊടുത്ത് എഴുതുള്ളൂ. എന്ത് ആശ്വാസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ ആനുകൂല്യമല്ലേ എഴുതുന്നത്. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. 1500 രൂപയായിരുന്നു അവർക്ക് വരുമാനം, ഒരു മാസത്തെ വരുമാനം. അവരുടെ വരുമാനം 7500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അവരുടെ ഒരു സന്തോഷം എന്താണ്. അംഗനവാടി ടീച്ചർമാർ അവരുടെ വരുമാനം എത്ര? ഇപ്പോൾ അംഗനവാടി 10,000 ആണ്. ഹെൽപ്പർമാർക്ക് എത്രയാണ്? 7500 ആണ്. നമ്മുടെ അക്രഡിറ്റഡ് എഞ്ചിനീയർമാർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, അതുപോലെ തന്നെ പ്രേരക്കുമാർ, ഇങ്ങനെ എത്രയോ വിഭാഗങ്ങൾ തുച്ഛമായ വേതനം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തില്ലേ. അവരെല്ലാം ആശ്വാസത്തോടെ ഈ ഗവൺമെൻറ് അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് മാത്രമാണോ? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ലാഭത്തിലായില്ലേ? എല്ലാം ലാഭത്തിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ചയാണ് KSDPയിൽ മുഖ്യമന്ത്രി വന്നിട്ട് ഒരു പുതിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എന്താണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്? പുതിയ മരുന്നുണ്ടാക്കുന്ന ഒരു ഫാക്ടറി അടക്കം അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ കിഡ്നി മാറ്റിവെക്കുന്നു, ഹൃദയം മാറ്റിവെക്കുന്നു, കരൾ മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെക്കാൻ രോഗികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് KSDPയിൽ ഉൽപ്പാദിപ്പിച്ച് അത് കൊടുക്കുകയാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ KSDPയെ ആരോഗ്യരംഗത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലാഭത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയാണ് പരമ്പരാഗത വ്യവസായം. കൈത്തറി തൊഴിലാളികൾക്ക് മുഴുവൻ പേർക്ക് 360 ദിവസം ജോലി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണം ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലേ. ഇതേ സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ മുഴുവൻ 5ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും 2 ജോഡി, 1 ജോഡി, പിന്നെ 2 പേർ വസ്ത്രം, യൂണിഫോം അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൈത്തറി തുണി നല്ല രൂപത്തിൽ ധരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് യൂണിഫോമായി കൊടുക്കുമ്പോൾ കേരളത്തിലെ കൈത്തറി തൊഴിലാളികൾക്കെല്ലാം ജോലി ലഭിക്കുകയാണ്. ഇതാണ് ഈ വികസന നയം. ഇതാണ് വികസന കാഴ്ചപ്പാട്. ഗവൺമെൻറ് വികസന കാഴ്ചപ്പാടാണ്. പരമ്പരാഗത കശുവണ്ടി രംഗം മുഴുവൻ ഗവൺമെൻറ് കശുവണ്ടി ഫാക്ടറികൾ തുറന്നില്ലേ. തുറന്ന് തൊഴിലാളിക്ക് ജോലി കൊടുക്കുകയല്ലേ. പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കയർ വ്യവസായത്തിൽ ഇപ്പോൾ മുഴുവൻ തൊഴിലാളികൾക്കും ജോലി കൊടുക്കാൻ കഴിയും. നിലവിലുള്ള തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ 200 ദിവസമെങ്കിലും ജോലി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പിന്നെ കയർ രംഗത്തെ യന്ത്രവൽക്കരണം, ആധുനികവൽക്കരണം അടക്കം നടപ്പാക്കി തുടങ്ങിയില്ലേ. കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ സംഭരിക്കുകയാണ്. ഇനിയും
തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അങ്ങനെ പരമ്പരാഗത വ്യവസായ മേഖല, പൊതുമേഖലാ വ്യവസായം ഇതെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ച് തുടങ്ങി. 1 വർഷമേ ആയുള്ളൂ. 1 വർഷത്തിലല്ലേ ജനകീയ ആസൂത്രണം രണ്ടാം ഘട്ടം. BJPയിലെ അരുൺ പ്രധാനമായും ആദ്യം തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം തീർത്തും പരാജയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിപ്പം പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടല്ലോ. ഇന്ത്യ ടുഡേ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ക്രമസമാധാന ഉള്ള ഒരു സംസ്ഥാനമാണ് ഇത് എന്ന രൂപത്തിലേക്ക് അംഗീകരിച്ചല്ലോ, അവരുടെ സർവേയിൽ കണ്ടെത്തിയല്ലോ. കേരളത്തിൻ്റെ കഴിഞ്ഞ UDF ഗവൺമെൻറ് തുടർച്ചയാണ് ഈ ഗവൺമെൻറ്. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിലെ ക്രമസമാധാന ഏത് രൂപത്തിലായിരുന്നു? തകർന്ന തരിപ്പണമായിട്ടൊരു സംവിധാനം. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവരിൽ മാറ്റം വരുത്താനും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാധാനപര അന്തരീക്ഷം കേരളം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിൽ വന്ന ക്രിമിനൽ സംഘങ്ങളെ എല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചില്ലേ? എല്ലാ SP-മാർക്കും ജില്ലാതലത്തിൽ SP-മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഓരോ ജില്ലയിലുള്ള ഗുണ്ടകളെ, ഗുണ്ട ആക്ട് പ്രകാരം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തിട്ട് ക്രിമിനലുകളായിട്ടുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്യല്ലേ? കഞ്ചാവും ചരസും അതുപോലെ മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നടക്കുന്ന സംഘങ്ങളെ പലതിനെയും അറസ്റ്റ് ചെയ്യല്ലേ? എത്ര ടീമിനെ അറസ്റ്റ് ചെയ്തു? എത്ര കൊലപാതകങ്ങൾ അവർ നടത്തി കേരളത്തിൽ? അവരെയൊക്കെ വേണ്ട രൂപത്തിൽ ശിക്ഷയുടെ മുമ്പിൽ കൊണ്ടുവരാനും ക്രമസമാധാനം ഭദ്രമാക്കാനും വേണ്ടി ശ്രമം നടക്കുകയല്ലേ? തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലല്ലേ? തിരഞ്ഞെടുപ്പ് കാലത്തിന് ജിഷ ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ? ജിഷയുടെ സംഭവം, ജിഷയുടെ കൊലയാളി കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? രമേശ് ചെന്നിയുടെ പോലീസിന് കഴിഞ്ഞോ? അന്ന് ഒരു രേഖാചിത്രം വെളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു പല്ല് ഉന്തിയ ഒരാളാണ് ഈ ഇതെല്ലാം ചെയ്ത് എന്ന് വന്നു. എന്നിട്ട് പോലീസുകാർ മാങ്ങായും കൊണ്ട് നടക്കായിരുന്നു എല്ലാവരുടെയും വന്നത്. പല്ലുന്തിയവനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു. അല്ലാണ്ട് പ്രതിയെ പിടിച്ചോ? ഗവൺമെൻറ് വന്ന് അപ്പോൾ തന്നെ പുതിയ ടീമിനെ പോസ്റ്റ് ചെയ്തു. പ്രതിയെ പിടിച്ചില്ലേ? പിടിച്ച് അറസ്റ്റ് കൊണ്ടുവന്നില്ലേ? ഇങ്ങനെ ക്രമസമാധാനം ഭദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ കേരളത്തിൽ മറ്റേത് സംസ്ഥാനത്തേക്കാളും, ഇന്ന് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും സമാധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ സ്റ്റേറ്റ്. പോരായ്മ ഉണ്ടാകും. മറ്റൊരു വിഷയം അരുൺ സൂചിപ്പിച്ചത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കേരളം വിനിയോഗിക്കുന്നത് സ്വന്തം ഫണ്ട് എന്നുള്ള വ്യാജേന ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ജനകീയ ആസൂത്രണം രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്നാം ഘട്ടത്തിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത്. അത് തദ്ദേശ ഭരണ സ്ഥാപന നേതൃത്വത്തിൽ സുതാര്യമായി അഴിമതിരഹിതമായി ജനപങ്കാളിത്തോടെ വികസന പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഒന്ന്, അതിനോടൊപ്പം തന്നെയാണ് മിഷൻ്റെ പ്രവർത്തനം. 4 ഹരിത കേരളം, ലൈഫ്, അതുപോലെ ആർദ്രം, അതുപോലെ സ്കൂളുകളുടെ നവീകരണം. ഈ 4 പദ്ധതി പ്രഖ്യാപിച്ചു. അത് ലൈഫ് എന്ന് പറയാൻ എന്താ? ജീവിതമെന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്കീമല്ലത്. ലൈഫ് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഭവനം കൊടുക്കുക. അതിനെന്താ? സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളാണ് പണിയുന്നത്. ഒരു ഫ്ലാറ്റ് പണിത് ആ ഫ്ലാറ്റിനകത്ത് ഇവരെ താമസിപ്പിക്കുകയാണ്. ആ ഫ്ലാറ്റിനകത്ത് വൈദ്യുതി, അതുപോലെ തന്നെ ഗ്യാസ്, മറ്റെല്ലാ സൗകര്യങ്ങളും കൂടിയതിരിക്കുകയാണ്. ആ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രഷർ, ഡേ കെയർ, അതുപോലെ തന്നെ അംഗനവാടി, മറ്റ് സംവിധാനം, പാർക്ക്, മറ്റ് സൗകര്യങ്ങളെല്ലാം. ഇവിടെ താമസിക്കുന്നവർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി. അപ്പോൾ അവരുടെ സാമൂഹ്യ സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന രൂപത്തിലേക്ക് ഒരു ജീവിതം കൊടുക്കുകയാണ്. ഒരു ജീവിതം. ഇത് ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ പരിപാടിയില്ല. ലൈഫ്, അതുകൊണ്ടാണ് ലൈഫ് എന്ന പേര്. പുതുജീവൻ. ഒരാൾക്ക് ജീവിതം നഷ്ടപ്പെട്ട, ജീവിതമില്ലാത്ത ഒരാൾക്ക് ഒരു ജീവൻ കൊടുക്കുകയാണ്. അയാളുടെ ജീവിതം ആകെ മാറ്റിമറിക്കുകയാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ പിണറായി ഗവൺമെൻറ് പ്രത്യേകത. ഒരു പാവപ്പെട്ട ജീവിതം ഇല്ലാത്ത ഒരുത്തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി അവന് എല്ലാ സുഖങ്ങളോടും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സൗകര്യം ഇവിടെ കൊടുക്കുകയാണ്. ഈ രൂപത്തിലേക്കുള്ള പദ്ധതിയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയല്ല. തിരിച്ചു വരാം. ശ്രീ അരുൺ, LDFൻ്റെ ശ്രീ നാസർ സൂചിപ്പിച്ചതുപോലെ കുറച്ചെങ്കിലും BJPക്ക് പൂർണ്ണമായി ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക നന്നായിരുന്നു എന്ന് പറയുന്നതിൽ സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ശ്രീ നാസർ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളും നമുക്ക് എങ്കിലും അംഗീകരിക്കാതെ പോകാൻ സാധിക്കുമോ? BJPയെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന മുദ്രാവാക്യം ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി കേരളത്തിൽ ഉയർത്തിയത് BJPയാണ്. രാജേട്ടൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലും, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി മുഴുവൻ MP-മാരും വോട്ട് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പോലും രാഷ്ട്രീയത്തിൻ്റെ മുഖവും നിറവും നോക്കാതെ കേരളത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് LDF സർക്കാർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു അന്ധമായ ഒരു സമീപനം BJP എടുക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനായ ശ്രീ നാസർ സൂചിപ്പിച്ചു, LDF ഗവൺമെൻറ്റിൻ്റെയും UDF ഗവൺമെൻറ്റിൻ്റെയും 2 കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. സ്വാഭാവികമായും UDF ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ അങ്ങേയറ്റം ദുരിതമനുഭവിച്ച ഒരു കേരള ജനത ആ ഗവൺമെൻറ്റിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ്
ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. ഇടതുപക്ഷ സർക്കാരിലെ ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ ഒരു നേതാവ് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുന്നപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ ഒരു നേതാവായി അല്ലെങ്കിൽ തങ്ങൾക്കേറെ ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്ന തങ്ങളുടെ ഒരു ഗവൺമെൻറ്റായി ഇത് പരിണമിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDFിൻ്റെ കാലഘട്ടത്തിൽ ആഭ്യന്തരം പരാജയമായിരുന്നു, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. UDFിൻ്റെ കാലഘട്ടത്തിൽ വലിയ അഴിമതികൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പ്രതീക്ഷിച്ചിരുന്ന ജനവിഭാഗത്തിന്റെ പ്രതീക്ഷക്കൊത്ത് ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞ ചെറിയ ചെറിയ പദ്ധതികളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു വർഷം ഭരിക്കുമ്പോൾ ചെറിയ ചെറിയ പദ്ധതികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ഷേമ പ്രവർത്തനങ്ങളും ഏതൊരു ഗവൺമെന്റും ചെയ്യും. അതിനൊരു ഗവൺമെന്റ്, ഞാൻ ചോദിച്ചത് സമ്പൂർണ്ണ പരാജയമാണ് ഈ ഗവൺമെന്റ് എന്ന് താങ്കൾ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ഞാൻ പറയാനുള്ള റീസൺ വ്യത്യസ്തമായ നിലപാടിലേക്ക് എത്തുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. ഗവൺമെന്റ് സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ഞാൻ പറഞ്ഞത് സമസ്ത മേഖലകളും, ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ച ഏതെങ്കിലും ഒരു കേവലം സ്കീമുകളെ വെച്ചോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മേഖലകൾ എടുക്കുക. ഇപ്പം ആഭ്യന്തരം എടുത്തു. ആഭ്യന്തരത്തിൽ TP സെൻകുമാർ എന്ന് പറയുന്ന ഒരു DGPയെ ഏതിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് കാര്യത്തിലായാലും ഗവൺമെൻറ്റാൽ മാറ്റപ്പെട്ട ഒരു DGP സുപ്രീം കോടതിയുടെ തീരുമാനത്തോടുകൂടി തിരിച്ചു വരികയും ആ അപ്പോയിൻമെൻറ്റ് ന്യായമായിട്ടും ചെയ്യാമായിരുന്നത് ചെയ്യാതെ വീണ്ടും സുപ്രീം കോടതിയുടെ ആ ഒരു വിദ്വേഷത്തിന് പാത്രമാവുകയും അതിനൊരു ഫൈൻ അടച്ച കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ പരാജയമാണ്. അവിടെ കൊണ്ട് കഴിയുന്നില്ല. ഏതാണ്ട് 700-ന് മുകളിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കണക്കുകളെടുത്താൽ 700-ന് മുകളിൽ ദളിത് പീഡനങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 19 രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. അതിൽ ഏറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിലാണെന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. മഹിജ എന്ന് പറയുന്ന പെൺകുട്ടി, നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മഹിജ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ദീനരോധനം കേരളം മുഴുവൻ കണ്ടതാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത് ശ്രീമാൻ ബാലകൃഷ്ണപിള്ളയോടൊപ്പം തന്നെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ പ്രമാദമായ പല കേസുകളിലും പ്രശംസനീയമായ രീതിയിൽ പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമില്ലേ? പ്രമാദമായ പല കേസുകളിലും പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച ജിഷ വധക്കേസ്, ഈ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ജിഷ വധക്കേസ് നേരായ അന്വേഷണ ദിശയിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ട DGPയെയാണ് ഗവൺമെന്റിന് മാറ്റേണ്ടി വന്നത്. നമ്മൾ അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. TP സെൻകുമാറിനെ മാറ്റിയതിൻ്റെ റീസൺ പറഞ്ഞത് ജിഷ അന്വേഷണം, ജിഷ വധം നല്ലോണം അന്വേഷിച്ചില്ല, പകരം വന്ന ശ്രീമാൻ ലോക്നാഥ് ബെഹ്റ വളരെ ഭംഗിയായി അന്വേഷിച്ചു എന്ന് പറയുന്ന ആ DGPയെ മാറ്റി കൊള്ളില്ല എന്ന് പറഞ്ഞ, പരാജയപ്പെട്ടു എന്ന് പറയുന്ന DGPയെ തിരിച്ചു വെക്കേണ്ടി വന്നു. അവിടെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ സകലമാന ഗ്ലാമറുകളും അവിടെ നഷ്ടപ്പെട്ടു. ശ്രീമാൻ R ബാലകൃഷ്ണപിള്ള, നമ്മൾ ചിന്തിക്കണം. VS അച്യുതാനന്ദൻ പറയുന്ന ആള് വാദിയായി, ബാലകൃഷ്ണപിള്ള പ്രതിയായി കേസ് കൊടുത്ത് അഴിമതിയിൽ ജയിൽ ശിക്ഷ, ജയിൽവാസം അനുഭവിച്ച ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി. VS അച്യുതാനന്ദൻ ഒരു കമ്മീഷൻ ചെയർമാനായിരിക്കെ, ഭരണപരിഷ്കാര ചെയർമാനായിരിക്കെ, ആ വാദിയുടെ പ്രതിയായ ശിക്ഷിക്കപ്പെട്ട LDF ഗവൺമെൻറ്റും CPM നേതാക്കന്മാരും ഒരു കാലഘട്ടത്തിൽ അഴിമതിയുടെ നേതാവെന്ന് വിശേഷിപ്പിച്ച ശ്രീമാൻ ബാലകൃഷ്ണപിള്ളയെ മുന്നോക്ക കമ്മീഷൻ, ഒരു കമ്മീഷന്റെ ചെയർമാനായി ഏതാണ്ട് ക്യാബിനറ്റ് റാങ്ക് വരുന്ന ഒരു പദവിയിലേക്ക് ഇരുത്തി. ഒന്ന് ഇടപെട്ടോട്ടെ ശ്രീ ഷുക്കൂറിലേക്ക്. ഇതുവരെ നടന്ന ചർച്ചയിൽ LDFിൻ്റെ അഭിപ്രായം ശ്രീ നാസർ വ്യക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഭരണം സമ്പൂർണ്ണമായൊരു മാർഗദീപമായി കേരളത്തിന് മാറിയിട്ടുണ്ട് എന്ന ഉദാഹരണങ്ങൾ സഹിതം ക്ഷേമ പദ്ധതികളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നിരത്തിയുണ്ടായി. അതേസമയം BJPയുടെ അഭിപ്രായം ശ്രീ അരുൺകുമാർ പറയുന്നു, ഭരണ സമ്പൂർണ്ണ പരാജയമാണ്, ക്രമസമാധാന ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം, അതുപോലെ തന്നെ വിവാദങ്ങൾ, DGPയുടെ നിയമനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്താണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ? ഈ ഭരണം വാഗ്ദാന ലംഘന ഭരണമാണ്, സമ്പൂർണ്ണ പരാജയമാണ്. ഒരു വർഷക്കാലത്തെ ഭരണനിർവഹണത്തിൻ്റെ മൊത്തം ഇതൊന്ന് പരിശോധിച്ചാൽ, ഇവരൊന്നിരുന്ന് പരിശോധിക്കട്ടെ, എന്താണ് ജനങ്ങളോട് പറഞ്ഞ വാക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉന്നയിച്ചത് നടപ്പിലാക്കി കൊടുത്തിട്ടുള്ളത്. ഏത് തരത്തിലാണ്? ഒന്നാമത്തെ കാര്യം, എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വിലക്കയറ്റം. വിലക്കയറ്റം കൊണ്ട് സംസ്ഥാനത്ത് ഇതുപോലെ ഒരു അവസ്ഥയുണ്ടായ കാലഘട്ടം വേറെയില്ല.
കഴിഞ്ഞ 5 വർഷക്കാലം വിലക്കയറ്റത്തിൻ്റെ ദുരിതം ജനങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഗവൺമെൻറ് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ ഗവൺമെൻറ് ചില നല്ല നടപടികൾ സ്വീകരിക്കും സംസ്ഥാനത്ത്. ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില മറ്റെല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുമ്പോൾ അതനുസരിച്ച് കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കഴിയുന്നില്ല. അത് രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നാലെ വരാം. അവിടെ അതിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അഡീഷണൽ ടാക്സ് ഒഴിവാക്കാൻ, സെൽ ടാക്സ് ഒഴിവാക്കാൻ, അങ്ങനെ പല നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കാം. ഇടതുമുന്നണി സർക്കാർ എന്താ സ്വീകരിച്ചത്? 5 വർഷക്കാലം ഞങ്ങൾ ഭരിച്ചാൽ വില ഇതുപോലെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതാണ് വാഗ്ദാനം ലംഘനമാണ്. പിന്നെ ഏത് കാര്യത്തിലാണ് ഈ ഗവൺമെൻറ് ജനങ്ങളോട് നീതി പുലർത്തിയത്? ക്ഷേമ പെൻഷൻ പറയുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ എന്താ? 2ഉം 3ഉം പെൻഷൻ, ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വാങ്ങിക്കൊണ്ടിരുന്നത്, അത് തുടർന്നു പോയാൽ നമ്മുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാകുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ആ അരാജകത്വം ഉണ്ടാകാതിരിക്കാൻ പെൻഷൻ കട്ട് ചെയ്തു. ഇപ്പോൾ പെൻഷൻ കിട്ടാത്തവർ ഒട്ടനവധിയാണ്. യഥാർത്ഥ വസ്തുത ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല. എല്ലായിടത്തും അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും. കാരണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ കിട്ടുന്നില്ല. എന്താ കാരണം? ഈ ഒറ്റ പെൻഷനാക്കിയപ്പോൾ ക്ഷേമ പെൻഷൻ ചിലത് കൊടുത്തു എന്ന് രണ്ടാം സർക്കാർ ഉത്തരവിറക്കൽ ആകെ ആശയക്കുഴപ്പമായി. കഴിഞ്ഞ ഓണക്കാലത്ത് കിട്ടിയ പെൻഷൻ ഇപ്പോൾ കിട്ടുന്നില്ല ചിലർക്ക്. അത് വലിയ പ്രശ്നം. അതിനേക്കാൾ ഒക്കെ വലുത് വിവാദങ്ങളില്ലാത്തൊരു ഗവൺമെൻറ് എന്ന് ഒരു ഖ്യാതി ഇതിന് പറയാൻ പറ്റുമോ? മാത്രമല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ എന്താണ് പറയുന്നത് അത് ഭരണകക്ഷിയിൽപ്പെട്ട ഘടകകക്ഷികൾ പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം? പോലീസ് വീഴ്ച, എൻ്റെ പിഴ, വലിയ പിഴ എന്ന് മുഖ്യമന്ത്രി നിരവധി സന്ദർഭങ്ങളിൽ നിയമസഭയ്ക്കകത്ത് പറയേണ്ടി വന്നിരിക്കുന്നു. ഇതൊരു ഭരണമാണോ? അതിന് മുഖ്യമന്ത്രി ഇത്രയും ഒരു സഹിഷ്ണുതാ മനോഭാവത്തോടുകൂടി സമരസപ്പെടേണ്ട സ്ഥലത്ത് സമരസപ്പെടാതെ ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും ഒരു രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുവർത്തിക്കുന്നത്. അത് കക്ഷികളോട്, സ്വന്തം കക്ഷികളോട്, സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരോട്. ഈ പാർട്ടി നയം എന്താണ്? LDF നയമാണോ ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞു ദേശീയപാത ഞങ്ങൾ 45 മീറ്റർ ഇതാ ചെയ്യാൻ പോകുന്നു. ദേശീയപാത 45 മീറ്റർ ചെയ്യണമെന്ന UDFൻ്റെ തീരുമാനത്തിനനുസരിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടത് നടക്കാതെ പോയത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം 30 മീറ്റർ ഞങ്ങൾക്ക് കൂടിയേ കഴിയൂ, അതിനപ്പുറം പോകാൻ പാടില്ല. ഇപ്പം മാറി 45ലേക്ക് വന്നു. ഞങ്ങളാണോ അപരാധം? ഞങ്ങളാണോ കുഴപ്പം ചെയ്ത്? ഗെയിൽ പൈപ്പ് ലൈൻ കൊടികുത്താത്ത സ്ഥലമുണ്ടോ? സ്ഥലം ഏറ്റെടുക്കാൻ വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നമുണ്ടായി? വിഴിഞ്ഞം ഇപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് സത്യസന്ധമായി അതിൻ്റെ ഒരു ധവളപത്രം മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ ഇപ്പോഴിരിക്കുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ പുറത്തു കൊണ്ടുവരട്ടെ. ഇതല്ല, ആ നയം തന്നെ സ്വീകരിക്കുമെന്നും അതല്ല ഞങ്ങളിതിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരണം. CNG റിപ്പോർട്ടിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഈ CNG റിപ്പോർട്ട് ഗവൺമെൻറ് മേശപ്പുറത്ത് നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയെന്നുള്ളത് പുറത്തു വരണം. ഇതെല്ലാം പുറത്തു വരണം. ഞാൻ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ അഭിമാനമാണ്. പക്ഷേ അത് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ കൊടുക്കാതിരുന്നത് ഉമ്മൻചാണ്ടി കൊടുത്തതിൽ കുഴപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമസഭയിൽ അത് വെക്കട്ടെ, അത്തരത്തിലെ കാര്യങ്ങൾ പോട്ടെ. പക്ഷേ ഇതെല്ലാം തങ്ങളുടേതാണ് എന്ന് പറയാനുള്ള ഒരു അവകാശം അവർക്കില്ല. അതൊരു 1-2 വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ തുടങ്ങി വെക്കുന്നത് എവിടം വരെ വരുന്നു, എന്തായിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഇതെല്ലാം കഴിഞ്ഞ UDF ഭരണകാലത്തിൻ്റെ തുടർച്ചയാണ്. അന്ന് തുടങ്ങി വെച്ചത് ഇന്ന് പൂർത്തി. ശ്രീ നാസർ, ഭരണ സമ്പൂർണ്ണ പരാജയമെന്ന് BJPയോട് ഒപ്പം തന്നെ കോൺഗ്രസും ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് ഭരണം സമ്പൂർണ്ണ പരാജയം. അതോടൊപ്പം പ്രത്യേകമായി ശ്രീ ഷുക്കൂർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിവാദങ്ങളുടെ ഒരു പെരുമഴയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ മുന്നണിയുടെയും കെട്ടുറപ്പിൻ്റെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തി. ഇത് LDFൻ്റെ ഭരണപരാജയത്തിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് വിശദീകരിക്കാനുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിവാദങ്ങളുടെ പുറകെ പോകാൻ ഞങ്ങളില്ല. വിവാദങ്ങളെല്ലാം ഇവിടെ സൃഷ്ടിച്ചതാണ്.
അത് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതാണല്ലോ. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് പിറ്റേ ദിവസം മുതൽ ചോദിച്ചു എല്ലാം ശരിയാകുന്നുണ്ട് എന്തായി എന്നുള്ള ചോദ്യം അന്ന് മുതൽ ചോദിച്ചു തുടങ്ങാനല്ലേ. എല്ലാം ശരിയാകുമോ? അങ്ങ് പെട്ടെന്ന് ശരിയാകാൻ നോക്കുമോ? കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയല്ലേ ഈ ഗവൺമെൻറ്. കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിലെല്ലാം ഒരു പരിഹാരം കണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തലത്തിലും മറ്റു തലങ്ങളിലൊക്കെ മാറ്റം വന്ന് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണിപ്പോൾ. ഇന്നിപ്പം 1-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഭാഗത്തുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആക്രമിക്കുകയാണ്. മറുഭാഗത്തുകൂടി BJPയും കോൺഗ്രസും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആക്രമിക്കുകയല്ലേ, ഈ ഗവൺമെൻറ് ആക്രമിക്കുകയല്ലേ. എന്തായിരിക്കും അതിനൊരു കാരണം? ഈ ഒറ്റക്കെട്ടായി ഈ വികസന പ്രവർത്തനം ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ പടിപടിയായി പൂർത്തീകരിച്ച് 5 വർഷക്കാലം പൂർത്തീകരിച്ചാൽ ഈ കേരളത്തിലെ ആവാലവൃത്തം ജനങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നിൽ നിൽക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഘടിതമായ ആക്രമണം. അവരെല്ലാം കൂടെ മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത്, എന്തെല്ലാം ആക്രമണം വന്നാലും ശരി ഞങ്ങൾ വിവാദങ്ങളെ പുറകെ പോകാൻ ഞങ്ങളില്ല, ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കും. കൊച്ചിൻ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പോകല്ലേ, 2 മാസത്തിനകം കണ്ണൂരിൽ നിന്ന് വിമാനം ഉയർന്ന് പൊങ്ങിയല്ലേ. ഇവിടെ പറഞ്ഞല്ലോ, ഷുക്കൂർ പറഞ്ഞല്ലോ ദേശീയപാതയുടെ സ്ഥിതി. ഈ ഗവൺമെൻറ് അടുത്ത പ്രാവശ്യം ഈ ജനങ്ങളെ സമീപിക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ദേശീയപാത അതിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷമായിരിക്കും ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. പ്രകടനത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ലേ, എൻ്റെ സർവേ എല്ലാം പൂർത്തീകരിച്ച് അതിവേഗം നീങ്ങുമല്ലേ. ജലപാത, ഈ കേരളത്തിലെ ജലപാത എല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയതാണ്, ശരിയാണ്, പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ സർവേ എല്ലാം പൂർത്തീകരിച്ച് അത് വളരെ നല്ലൊരു വിധം മുന്നോട്ട് പോകുമല്ലേ. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിൽ വലിയൊരു വികസന കുതിപ്പിലേക്ക് നയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ഓരോന്നാണ് നടപ്പിലാക്കുന്നത്. അത് കഴിഞ്ഞ കാല ഗവൺമെൻറ് തുടങ്ങിയതായിരിക്കാം, അത് ശരിയാണ്, ചിലപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാകാം. ആ പദ്ധതികൾ UDF ഗവൺമെൻറ് കാലത്ത് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആ പദ്ധതികൾ തുടങ്ങി വെച്ചത് അവർ കുറേ കാര്യം ചെയ്തിട്ടുണ്ട്, അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. അത് കേരളത്തിന് ആവശ്യമായ വികസനമാണ്, അത് ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയല്ലേ. ഈ രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി വരികയാണ്. അത് പൂർണ്ണമായും ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം.